ജില്ലയിൽ ആദ്യമായി സൈക്കോളജിസ്റ്റിന്റെ സേവനത്തിന് തുടക്കം കുറിച്ച് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്. കഴിഞ്ഞ 17 വർഷക്കാലമായി പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിൽ പുതിയൊരു പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. നിലവിൽ ദിവസേന 3 ഹോം കെയറുകൾ, ആഴ്ചയിൽ 7 ദിവസവും വീടുകൾ ചെന്ന് പരിചരണം നടത്തി വരികയും ഡേ കെയർ സംവിധാനം, ഫിസിയോതെറാപ്പി, OP, ഹോം കെയർ, മാനസിക രോഗികൾക്കുള്ള OP സംവിധാനം, ആംബുലൻസ് സേവനം, പുനരധിവാസ പദ്ധതികൾ, രോഗികളുടെ വീടുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സൈക്കോളജി, ഹോം കെയർ, OP സംവിധാനത്തോടു കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികൾക്കുള്ള മാനസിക സംഘർഷം, മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്നിവ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ പരിഹരിക്കാനാവുമെന്നാണ് സംഘാടകർ കരുതുന്നത്. സൈക്കോളജി രംഗത്ത് ഹോം OP നടത്തുന്ന ജില്ലയിലെ തന്നെ ആദ്യ ക്ലിനിക്കാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്. അഡോളസെന്റ് ഹെൽത്ത് കൗൺസിലർ സൈക്കോളജിസ്റ്റ് DN മിഥുന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും സേവനം ലഭ്യമാക്കും. ക്ലിനിക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് ക്ലിനിക് ചെയർമാൻ ജസീർ P.യുടെ അധ്യക്ഷതയിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ സലീം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ P. റഹ്മത്ത് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. സൈക്കോളജിസ്റ്റ് TN മിഥുൻ സൈക്കോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മടത്തൊടി അലി, എഴുത്തുകാരനും കലാകാരനുമായ ഇബിനു അലി എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് ഷമീം കരുവള്ളി, വ്യാപാരി പ്രതിനിധി M. സിബ്ഹത്തുള്ള, മുഹമ്മദ് സക്കീർ A, ഫാത്തിമ പൂതാനി, അലി P, നസീർ P, റഹ്മത്ത് മടത്തൊടി, ബഷീർ ചാലിയൻ, സെറീന മുജീബ്, അമീൻ, ധർമ്മപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ച ചടങ്ങിൽ ക്ലിനിക് ജനറൽ സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം വീരാൻകുട്ടി C നന്ദിയും പറഞ്ഞു.